ഇത്തവണ പാർട്ടി മാറി. അപ്പോൾ ജനങ്ങളുടെ അടുത്തേക്കൊക്കെ ചെല്ലുമ്പോൾ എന്താണൊരു ഇല്ല, നല്ല സ്വീകാര്യത തന്നെയാണ്. പാർട്ടി മാറിയത് കേവലമായിട്ട് സീറ്റിനോ അധികാരത്തിനോ വേണ്ടിയിട്ടല്ല എന്നുള്ളത് ഇപ്പം പൊതുജനം മനസ്സിലാക്കുന്നുണ്ട്. പബ്ലിക്കിന്റെ ആ ഒരു റെസ്പോൺസ് വലിയ രീതിയിലുള്ളൊരു കോൺഫിഡൻസ് തരുന്നുണ്ട്. ഈ രാഹുൽ മങ്കൂട്ടം വിഷയം വലിയ തോതിൽ ഇടതുപക്ഷം ചർച്ചയാക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലത്താണ് രാഹുലിൻ്റെ ഒരു ഇതുള്ളത്. മുമ്പ് രാഷ്ട്രീയ എതിരാളി കൂടിയായിരുന്നു. അപ്പോൾ ആ വിഷയം പള്ളിക്കൽ ഡിവിഷനിൽ അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല, അങ്ങനെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുൻപ് എൻ്റെ തന്നെ കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിലെ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയുടെ UDF-ൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ. അതുകൊണ്ട് അതിന് അന്ന് ഈ പറഞ്ഞല്ല, അത് ഇപ്പോൾ പക്ഷേ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടെന്ന് ഉണ്ടാക്കി തീർക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, ചർച്ചകളെ കൊണ്ടുവരാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള ചർച്ചകൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ നമ്മൾ ഈ ഗ്രൗണ്ടിലൊക്കെ പോകുമ്പോഴേ ആളുകൾ അത്തരം വിഷയങ്ങളൊക്കെ ചോദിക്കൂ, ഇല്ലെങ്കിൽ ഉണ്ടോ അത്? അതോ മനസ്സിലായൊരു സംഗതി, നമ്മൾ ഈ സൈബർ ഇടങ്ങളിൽ ചില ഇടതുപക്ഷ ഹാൻഡിലുകളിലൂടെയും മറ്റും ഇതൊക്കെ നെഗറ്റീവായിട്ട് പറയാൻ ശ്രമിക്കുമ്പോഴും എനിക്ക് വളരെയധികം ഓപ്പണായിട്ട് പറയാനുള്ളത്, നമ്മൾ ഗ്രൗണ്ടിലേക്ക് ചെല്ലുമ്പോൾ പബ്ലിക് നമ്മളെ കാണുമ്പോൾ ഇത്തരത്തിലൊരു വിഷയത്തെ അനാവശ്യമായിട്ടൊരു എയർ ടൈം കൊടുത്തുകൊണ്ട്, മാത്രമല്ല ഇതിങ്ങനെയല്ലല്ലോ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നുള്ള ചർച്ചകൾ പൊതുജനങ്ങളുടെ അടുത്തേക്ക് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ലീഡർഷിപ്പിലുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ലീഡർഷിപ്പിലുള്ളവരെല്ലാം തന്നെ പബ്ലിക്കിൻ്റെ അടുത്തേക്ക് ഇറങ്ങണം. അവർക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് നേരിട്ട് കേൾക്കണം. അത് ഉറപ്പായിട്ടും രാഹുൽ മങ്കൂട്ടത്തിന് എതിരാണ് എന്ന് എനിക്ക് എന്നോട് പറയാൻ സാധിക്കുന്നില്ല. നമ്മുടെ പ്രചരണമൊക്കെ എങ്ങനെ എത്തി? പള്ളിക്കൽ ഡിവിഷൻ ഇത്തവണ നിലനിർത്താനാകുമോ പാർട്ടി മാറിയെങ്കിൽ പോലും? അതെ, എനിക്ക് നിലനിർത്തണം, UDF-ന് കൈമാറണം. അപ്പോൾ നോക്കാം എന്താവും എന്നുള്ളത്. ഇത് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ് പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ. ഇടതുപക്ഷത്തിൻ്റെ ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 20 വർഷക്കാലമായിട്ട് ഇടതുപക്ഷം ജയിച്ചു നിൽക്കുന്ന ഒരു സീറ്റ് എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ മത്സരിക്കുന്നു, നല്ല രീതിയിലുള്ള പ്രവർത്തനമുണ്ട്, നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും എല്ലാവരും നല്ല ഉന്മേഷമായിട്ട് ആഘോഷത്തോടു കൂടി തന്നെ. ഗ്രൗണ്ട് വർക്കാണ്, ആളും ആരവൊന്നും ഇല്ലാതെ അല്ലേ? എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇന്നലെ വരെ പര്യടനമായിരുന്നു. അപ്പോൾ ബഹളങ്ങളൊക്കെ ഒഴിഞ്ഞു. ഇന്നിപ്പം നമ്മുടെ കുട്ടിക്കലാശത്തിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ എല്ലാവരും ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ അവസാന റൗണ്ട് എല്ലാവരും നേരിട്ട് കാണാനായിട്ട് വ്യക്തിപരമായിട്ട് ഇറങ്ങിയതാണ്.